ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ആർട്ടീമിയ വിരിഞ്ഞിറങ്ങുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോവാണ്. ആർട്ടീമിയ അല്ലെങ്കിൽ ബ്രെയിൻ സ്ട്രീമിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഞാൻ പറയണമെന്ന് തോന്നുന്നില്ല. കാരണം എല്ലാ അലങ്കാര മത്സ്യ പ്രേമികൾക്കും അതേപോലെ അലങ്കാര മത്സ്യങ്ങളെ വളർത്തി ബ്രീഡ് എടുക്കുന്ന എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ലൈവ് ഫുഡാണ് ആർട്ടീമിയ. അപ്പോൾ ആർട്ടീമിയ എങ്ങനെയാണ് വിരിഞ്ഞിറങ്ങുന്നതെന്ന് നമുക്ക് നോക്കാം. അത് നേക്കഡ് ഐ വെച്ചിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു മൈക്രോസ്കോപ്പിനകത്തൂടെയാണ് ഇന്ന് ആർട്ടീമിയ വിരിഞ്ഞിറങ്ങുന്ന ഡിഫറെൻറ്റ് സൈക്കിളും സ്റ്റേജസും ഒക്കെ നോക്കുന്നത്. അപ്പോൾ നമ്മളുടെ സെറ്റപ്പ് എല്ലാം ഇവിടെ റെഡിയാണ്. ഈ മൈക്രോസ്കോപ്പിനകത്തൂടെയാണ് നമ്മളിന്ന് എക്സിനെ എങ്ങനെയാണ് വിരിഞ്ഞു വരുന്നതെന്ന് കാണുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 10 hours ആയിട്ടുള്ള ഹാച്ചിങ് സൊല്യൂഷനകത്തുനിന്ന് ഒരു സാമ്പിൾ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേക്കഡ് ഐ കൊണ്ട് നോക്കിയാൽ അറിയാം, വളരെ മൈന്യൂട്ടായിട്ടാണ് ആ എഗ്സ് അവിടെ കിടക്കുന്നത്. അപ്പോൾ ഇത് എൻലാർജ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ മൈക്രോസ്കോപ്പിനകത്തൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇതെങ്ങനെയാണ് ശരിക്കും വിരിഞ്ഞ് വരുന്നതെന്ന്. ഇതാണ് നമ്മളുടെ ബേസിക് സെറ്റപ്പ്. ഇതൊരു ഇലക്ട്രോണിക്സ് മൈക്രോസ്കോപ്പാണ്. ഇതിനകത്ത് നമ്മൾക്കൊരു ക്യാമറയുണ്ട്, നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് ക്യാമറ. ഈ ക്യാമറയുടെ അകത്തുനിന്ന് ഡയറക്റ്റ് HDMI പോർട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു മോണിറ്ററിൽ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എളുപ്പം കാണാൻ പറ്റും ഇതിനകത്ത് വെക്കുന്നത് എങ്ങനെയാണ്. നമുക്കിതിൻ്റെ അടിയിലേക്ക് വെച്ചിട്ട് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ആർട്ടിമിയ എഗ്സ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി ആയിട്ട് കാണാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം 10 മണിക്കൂർ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ മുട്ടകളിൽ പലതും പുറത്ത് വിരിഞ്ഞ് വരുന്നു തുടങ്ങുന്നുള്ളത് കണ്ടോ. ആ മുട്ട ഏകദേശം വിണ്ട് വരുന്നത്, അത് എഗ്സ് ഹാച്ച് ചെയ്ത് തുടങ്ങുകയാണ്. ചില 1-2 ആർട്ടീമിയാസ് അവിടെ വിരിഞ്ഞ് കിടപ്പുണ്ട്. മൈക്രോസ്കോപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സോ ഇത് കുറച്ചൊന്ന് ചലഞ്ചിങ് ആണ്, ബട്ട് നമുക്ക് കുറച്ച് സൂം ചെയ്ത് നോക്കാം. കണ്ടോ, ഇങ്ങനെയാണ് ശരിക്കും ആർട്ടീമിയ എഗ്സ്. ഇത്രയും വലിപ്പത്തിൽ കാണാൻ പറ്റുന്നത് എൻലാർജ് ചെയ്ത് വന്നതുകൊണ്ടാണ്. കണ്ടോ, ചില ആർട്ടീമിയാസ് വിരിഞ്ഞ് പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് പുറത്ത് മുഴുവനായിട്ടും വന്നു, പക്ഷേ നീന്തി തുടങ്ങിയിട്ടില്ല. ചിലത് പകുതി പുറത്ത് വന്നു. ചില എഗ്സ് ക്രാക്ക് ചെയ്തിട്ട് പുറത്തേക്ക് വരാൻ തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോറി, എൻ്റെ ഹാൻഡ് ഒന്ന് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ആർട്ടീമിയയുടെ എഗ്സ് ഹാച്ച് ചെയ്ത് പുറത്ത് വരുന്നത്. ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നമുക്കിനി നോക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് പുറത്ത് വരുന്ന ആർട്ടീമിയാസ് നീന്തി തുടങ്ങും. അപ്പോൾ അതും കൂടെ നമുക്ക് കാണിച്ചു തരാം. ഇതിപ്പോൾ ഏകദേശം ഒരു 12 hours കഴിഞ്ഞിട്ടുള്ള എഗ്സാണ്. എന്താണ് അവസ്ഥയെന്ന് നമുക്ക് നോക്കാം. കുറേയധികം ആർട്ടീമിയാസ് പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഒരു 16 മണിക്കൂറിനടുത്തായിട്ടുണ്ട്. കണ്ടോ, നമ്മളുടെ ആർട്ടീമിയ എഗ്സ് എല്ലാം ഹാച്ച് ചെയ്തിട്ട് കുട്ടികളൊക്കെ പുറത്തു വന്ന് തുടങ്ങി. ഇങ്ങനെ ആയിരിക്കും ശരിക്കും ഹാച്ച് ചെയ്ത് കഴിഞ്ഞ് പുറത്ത് വന്ന ആർട്ടീമിയാസ്. നല്ല ആക്റ്റീവായിരിക്കും. ഇതിന് നമുക്കൊന്ന് മൈക്രോസ്കോപ്പിനകത്തോടെ നോക്കി നോക്കാം. കണ്ടോ, ഇവിടെ ഒരു എഗ്ഗ് പുറത്ത് വരുവാണ്.
പതിയെ പുറത്ത് വരും. പുറത്ത് വന്നിട്ട് നീന്തി തുടങ്ങും. കണ്ടോ, അത് പുറത്ത് വന്നു. കുറച്ച് സമയത്തിനുള്ളിൽ അത് നീന്തി തുടങ്ങും. അതേപോലെ ഇത് വേറൊരു എഗ്ഗാണ്, അതും ഹാച്ച് ചെയ്ത് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് ബാക്കി പുറത്ത് വന്ന ആർട്ടീമിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴത്തേക്കും ഇതിലൊക്കെ ഇടിച്ചിട്ടിടിച്ച് പതിയെ ഇതെല്ലാം പുറത്തിറക്കും. കണ്ടോ, ഓരോന്നോരോന്നായിട്ട് ഇതിപ്പോൾ ഏകദേശം 16 മണിക്കൂറിനടുത്തായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് എന്താ പുറത്തിറങ്ങുന്നത്, നീന്തി തുടങ്ങുന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ ഏകദേശം മുഴുവൻ ആർട്ടീമിയസും ഹാച്ച് ചെയ്ത് പുറത്തിറങ്ങിയ ഒരു സിറ്റുവേഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആർട്ടീമിയ ബേബീസും ഹൈപ്പർ ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ സാധാരണഗതിയിൽ ഇത് അരിച്ചെടുത്തിട്ട്, അതായത് ആർട്ടീമിയയും എഗ്സ് സെൽസിനെയും വേർതിരിച്ചെടുത്തിട്ട് നമ്മൾ ഫിഷിൻ്റെ ബേബീസിന് ഫീഡ് ചെയ്ത് കൊടുക്കുന്നത്. സോ ഇവിടെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ നോക്കണം. ഇപ്പോൾ ഇതിൻ്റെ സൈസ് ഡിഫറൻസ് കണ്ടോ. ആർട്ടീമിയ ഒരു വിത്തിൻ 3 അല്ലെങ്കിൽ 4 വീക്സിൻ്റെ ഉള്ളിൽ മെച്യൂരിറ്റി എത്തുന്ന ഒരു സ്പീഷീസാണ്. അപ്പോൾ ഇതിനെ അരിച്ചെടുക്കുമ്പോഴത്തേക്കും ഏത് എഗ്സ് ആണോ, ഓയിസൈഡ് എല്ലോറിങ് ആണ് നിങ്ങൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ ക്രിസ്റ്റലിൻ്റെ ആണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ അവർ പറയും 90% ഹാച്ചിങ് ടൈം വിത്തിൻ 16 hours എന്നോ അല്ലെങ്കിൽ 24 hours എന്നോ, അതല്ലാന്നുണ്ടെങ്കിൽ 36 hours എന്നൊക്കെ പറയും. അപ്പോൾ ഈ പറയുന്ന എക്സാക്റ്റ് അവേഴ്സിൽ തന്നെ ഇത് അരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന എഗ്സിൻ്റെയും ആർട്ടീമിയയുടെയും തമ്മിലുള്ള വലിപ്പ വ്യത്യാസം കറക്റ്റായിരിക്കും. അപ്പം നമ്മൾക്ക് ആ നെറ്റ് വെച്ചിട്ട് സക്സസ് ആയിട്ട് അരിച്ചെടുക്കാൻ പറ്റും. അതല്ല നിങ്ങൾ മടി പിടിച്ചിട്ട് പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ആർട്ടീമിയയുടെ ഗ്രോത്ത് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ഓരോ മൊമെൻറ്റും അത് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ 1-2 ദിവസം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ അരിക്കാൻ നോക്കുന്നതെങ്കിൽ ഇതിൻ്റെ സൈസ് ഡിഫറൻസ് കാരണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അരിച്ചെടുക്കാൻ പറ്റില്ല. കണ്ടോ, വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് എത്രത്തോളം ഹൈപ്പർ ആക്റ്റീവായിട്ടത് നീന്തി നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇതിപ്പോൾ ഏകദേശം ഒരു 24 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ആർട്ടീമിയാസാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ കറുത്ത നിറത്തിൽ മണിമണി പോലെ കാണുന്നതാണ് അതിൻ്റെ എഗ്സ് സെൽസ്. അപ്പോൾ ഇതിൻ്റെ ഷെൽസും ആ ഒരു ആർട്ടീമിയയുടെ ബേബീസും തമ്മിലുള്ള സൈസ് ഡിഫറൻസ് ഇത്രത്തോളം വലുതായി ഏകദേശം 16 മണിക്കൂറിനകത്തുനിന്ന് 24 മണിക്കൂറിനകത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് തന്നെ അതിൻ്റെ ഗ്രോത്ത് എത്ര പെട്ടെന്നാണ് വന്നതെന്ന് ഈ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇത് അരിച്ചെടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മൾ ബേബീസിന് കൊടുക്കേണ്ടത് ഗപ്പീസിൻ്റെയും ബീറ്റേഴ്സിൻ്റെയൊക്കെ ബേബീസിന് കൊടുക്കുകയാണെങ്കിൽ അതിന് കുറച്ചുകൂടെ ഇതിനെ കണ്ട് കുറച്ചുകൂടെ ക്വാണ്ടിറ്റി നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഓരോ എഗ്സും ഓരോ ആർട്ടീമിയസും ഓയിസൈഡ് തന്നെ പല ഹാച്ചിങ് റേറ്റുള്ള എഗ്സ് ഉണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ തീരുമാനിക്കാൻ എത്ര അവേഴ്സ് കഴിഞ്ഞിട്ട് ഇത് അരിച്ചെടുത്ത് കൊടുക്കണമെന്ന്. പിന്നെ നേക്കഡ് ഐ വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും കാണുക. ഇതുപോലെ ലൈറ്റ് അടിക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് നമുക്ക് വളരെ വിസിബിളായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എത്രത്തോളം ഉണ്ട് ഈ ആർട്ടീമിയ സെൽസും ആർട്ടീമിയ ബേബീസും തമ്മിലുള്ള സൈസ് ഡിഫറൻസ് എന്നും അത് ഓരോ ദിവസം ചെല്ലുന്തോറും എത്രത്തോളം വലുതാകും എന്നുള്ളൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി ആരെങ്കിലും പലപ്പോഴും നമ്മളുടെ ഡെയിലി റൊട്ടീൻ നടക്കാതെ പോവുകയും ആർട്ടീമിയ എക്സാക്റ്റ് ടൈമിന് കളക്ട് ചെയ്ത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്ന സമയത്ത് എന്താണ് ഞാൻ ചെയ്യാറുള്ള സിമ്പിൾ ടെക്നിക്ക് എന്ന നെക്സ്റ്റ് വീഡിയോയുടെ അകത്ത് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. താങ്ക് യു.